അഗുമോൻ കഴിഞ്ഞ ശനിയാഴ്ച വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ വൈകുന്നേരം അവനെ കൂട്ടാൻ വേണ്ടി പോയതായിരുന്നു ഞാൻ. അമ്മ അപ്പോഴാണ് കണ്ടിട്ടുണ്ടെങ്കിൽ അമ്മേൻ്റെ ചന്ദനത്തിരിയൊക്കെ 1-2 എടുത്ത് കത്തിച്ച് കൊളാക്കി വെച്ചിട്ടുണ്ട്. അമ്മ കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ ചെന്നപ്പോഴാണ് സ്മെല്ല് വന്നപ്പോൾ അമ്മ നോക്കുന്നത്. അവിടെ മേലെ പോയിരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല വ്യൂ ആണ്. ദേവഗിരി കോളേജൊക്കെ ബാൽക്കണിയിൽ നിന്ന് കാണാൻ പറ്റും. അങ്ങനെ പിന്നെ മാങ്ങയൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ മെല്ലെ വീട്ടിലേക്ക് പോകുന്നു. ഓനെ കൂട്ടാൻ പോയതാണെങ്കിലും അവൻ വന്നിട്ടില്ല. അച്ഛൻ കൊണ്ടാക്കാന്ന് പറഞ്ഞ് വെറുതെ ഇനി വാശി പിടിപ്പിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ശനിയാഴ്ച ഒന്നും മാറാലൊന്നും തട്ടാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പം ഇന്നെന്തായാലും ആ പണിക്ക് നിൽക്കാമെന്ന് കരുതി. ഏട്ടനൊന്ന് ജിമ്മിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ പണിക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ വരുമ്പോഴേക്കും പണിയൊക്കെ തീർക്കാമെന്ന് കരുതി. കഴിഞ്ഞ ആഴ്ചയും ചെയ്യാത്തതുകൊണ്ട് തന്നെ നല്ല പൊടി പിടിച്ചിട്ടുണ്ട്. പക്ഷേ ആൾ ജിമ്മിൽ പോയിട്ടുണ്ടായില്ല. ആൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് താഴെ വന്ന് ബെല്ലടിക്കുന്നത്. ഇത് ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ കൂടെ വേറെ പണിക്ക് പോകുമെന്ന് വെച്ചാൽ വലിയ താല്പര്യമില്ല. ശനിയാഴ്ച എന്തായാലും ഏട്ടൻ വരാൻ വേണ്ടി ലേറ്റ് ആവും. അപ്പോൾ ഈ സമയത്തൊന്നും പിന്നെ ഇതിലേക്ക് മാത്രം നിന്നാൽ മതി. ചപ്പാത്തി അങ്ങനത്തെ പണിയൊന്നുമില്ല. അഗുമോനും ഇടല്ലേ. അഗുമോനെ കുറച്ച് എൻ്റെ അച്ഛൻ ആക്കാന്നാണല്ലോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ജനലിൻ്റെ മുകളിൽ ട്രോഫിയൊക്കെ കൊണ്ടുവച്ചത് അക്കുട്ടൻ്റെ പണിയാണ്. അവൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ അടുത്ത് തന്നെ വെക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നേരത്തെ എങ്ങോട്ടേലും കൊണ്ടുപോയി മാറ്റി വെച്ചാൽ അവിടെ പിന്നെയും കൊണ്ടുപോയി പരത്തി വെക്കും. പിന്നെ അവിടെ കിടന്നോട്ടെ. അങ്ങനെ ഏട്ടൻ വന്ന് ഏട്ടന് കാപ്പി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏട്ടൻ നമ്മൾ ക്രീം പെന്നില്ല അത് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി അത് കഴിച്ചതിന് ശേഷം ഞാൻ പിന്നെയും മേലോട്ടേക്കിനെ കയറിയിട്ടുണ്ട്. പകുതിയാക്കിയിട്ട് പോയതാണല്ലോ അടിച്ച് വാരി. ഇനി തുടയ്ക്കാനും കൂടി ഉള്ളൂ. ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ട്. 8 മണി ആവാനായിട്ടുണ്ട്. ഈ അടിച്ച് വരുന്ന വലിയ താല്പര്യമില്ല. തുടയ്ക്കാൻ നല്ല സുഖമാണ്. അടിച്ച് വരുന്നതിന് വലിയ താല്പര്യമില്ല. ഇടയ്ക്ക് വെച്ച് അകുട്ടനെ അച്ഛൻ കൊണ്ടാക്കിയിട്ടുണ്ട്. ഇനി അങ്ങനെ പിന്നെ എന്തായാലും താഴത്ത് ഇറങ്ങിയില്ല. ചേട്ടന് കഞ്ഞിക്ക് അരി ഇടാൻ നോക്കിയപ്പോഴാണ് കഞ്ഞിൻ്റെ അരി തീർന്നിട്ടുണ്ട്. കഞ്ഞി ആയതുകൊണ്ട് തന്നെ തലേ ദിവസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അപ്പോൾ ഒരു ഓർമ്മ ഉണ്ട്. പക്ഷെ വരുന്ന വഴിക്ക് വാങ്ങാൻ വിട്ടുപോയി. പിന്നെ വേഗം ദിവ്യേച്ചിൻ്റെ അടുത്തേക്ക് പോയി മൂത്തേച്ചി അവിടെ പോയി പാടണ്ടേ. ഇനി ആരും ഇതുപോലെ കഞ്ഞി വെക്കുന്ന പരിപാടിയില്ല. മക്കൾക്കാർക്കും കഞ്ഞിനോട് വലിയ താല്പര്യം. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാവോ ഇല്ലേ എന്നുള്ള ഡൗട്ടും വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് അരി കിട്ടി. അത് കഴിഞ്ഞപ്പോൾ അകുമോദ മേലെ എത്തിയിട്ടുണ്ട്. നിന്നെ സഹായിക്കാനെന്ന് പറഞ്ഞിട്ട് തുടയ്ക്കാൻ നിൽക്കുന്നുണ്ട്. അങ്ങനെ വീഡിയോ എടുക്കലും കഞ്ഞി ഉണ്ടാക്കലും കൂടി ആയപ്പോൾ ടൈം അങ്ങോട്ട് പോയി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഏട്ടന് കഞ്ഞിയൊക്കെ കൊടുക്കാണ്ടായിരുന്നു. അകുട്ടനാണ് ഈ വീഡിയോ എനിക്ക് എടുത്ത് തന്നിട്ടുള്ളത്. എടുത്തരുമോ ഇല്ലയോ എന്നുള്ള സംശയമുണ്ട്. ഇനി ആളെന്തായാലും പോസ് ചെയ്യാണ്ട് ഫുള്ള് എടുത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യണേ.